وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ആദരണീയരായ ഈ പ്രദേശത്തെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ബഹുജന സംഗമം സംഘടിപ്പിക്കുന്ന സാഹചര്യം സ്വാഗത ഭാഷണം മുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഫലം കാണുന്ന ഏതു പ്രദേശങ്ങളിലും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഇരുട്ടിൻ്റെ ശക്തികൾ സാധാരണ അനുവർത്തിച്ചു പോരുന്ന ഒരു സമീപനമാണ്, ഒരു രീതിയാണ് വാദപ്രതിവാദത്തിന് ഉണ്ടോ എന്ന വെല്ലുവിളി. ഇവിടെയും യഥാർത്ഥത്തിൽ നടന്ന സംഗതി അതാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളോട് ഇവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികൾ സഹകരിക്കുന്നുണ്ട് എന്ന്, മെല്ലെ മെല്ലെ അവർ നമ്മോട് അടുപ്പം കാണിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആളുകളാണ് ഇങ്ങനൊരു സംവാദത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടി നേരത്തെ മെനക്കെട്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനം വ്യക്തമായും കൃത്യമായും ശക്തമായും നടക്കണമെന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതിനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ പ്രസ്ഥാനം. പക്ഷെ അതിന് മാർഗ തടസ്സം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുള്ള ഒരു നിമിത്തമായി ഒരു സംവാദ വെല്ലുവിളി നടത്തിയാൽ, ആവശ്യമായി വരുമ്പോൾ, അത് ആ പ്രദേശത്തിന് ഗുണകരമാണ് എന്ന് മനസ്സിലാകുമ്പോൾ, നമ്മുടെ പ്രമാണങ്ങൾ ശക്തമാണ്, അതെവിടെയും നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവ് മറ്റുള്ളവർക്ക് കൂടി നൽകുവാൻ വേണ്ടി നമ്മുടെ സംവാദങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഇവിടെയും അത്രയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ച പോലെ ഏകദൈവാരാധനയിലേക്ക്, തൗഹീദിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ, അതിൽ വക്രതയില്ലാതെ, വളവില്ലാതെ, കൃത്രിമമില്ലാതെ വളരെ കൃത്യമായി മനുഷ്യർ ആ പാതയിലേക്ക് ക്ഷണിക്കാൻ ഈ ഒരു ചെറിയ സംഘം മാത്രമാണ് ഇന്നു കേരളക്കരയിലുള്ളത്. അതുകൊണ്ട് തന്നെ ബദറിൻ്റെ രണാങ്കണത്തിൽ പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, ഇവിടെ ഈ സംഘം പരാജയപ്പെട്ടാൽ, അവർ നശിപ്പിക്കപ്പെട്ടാൽ, ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയില്ല. ഈ പ്രാർത്ഥനയാണ് മുജാഹിദ് പ്രവർത്തകന്മാർ, ആദർശബോധമുള്ള പ്രവർത്തകന്മാർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് പടച്ചറബ് ഇവിടെ നടത്തിയിരിക്കുന്ന സംവാദത്തിൽ നമുക്ക് മേൽക്കൈ നൽകുവാനുണ്ടായ കാരണവും. ഇവിടെ ഈ ഒരു ശബ്ദവും കൂടി പരാജയപ്പെട്ടാൽ, ഇതുകൂടി താഴ്ന്നു പോയാൽ, ഏകദൈവ ആരാധനയിലേക്ക്, തൗഹീദിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ഒരു ശബ്ദവും ബാക്കിയുണ്ടാവില്ല എന്ന് എല്ലാവരേക്കാളും അറിയുന്ന പടച്ചവൻ നമ്മെ സഹായിച്ചു. ആ സഹായമാണ് നമുക്കിവിടെ മേൽക്കൈ കിട്ടുവാനുണ്ടായ കാരണം. ഇതിൽ നമ്മൾ അഹങ്കരിക്കുന്നില്ല, അമിതമായി ആഘോഷിക്കുന്നില്ല. പക്ഷേ ചില പുകമറകൾ സൃഷ്ടിക്കുവാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്തുതകൾ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു വിശദീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. മറ്റുള്ളവർ പലയിടങ്ങളിലും പോയി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും പിന്നാലെ നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ഇപ്പോൾ സമാപന പ്രസംഗമാണ് നിർവഹിക്കുന്നത്. ഇവിടെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കവും കൂടിയാണിത്. വേണ്ടി വന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ആയുസ്സുമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലെയുള്ള വേദികളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ പ്രബോധനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ ഉണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറാബിയെയും ഒക്കെ ഏറ്റവും അധികം ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുന്ന, അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എൻ്റെ മുൻ പ്രാസംഗികൻ അലിമദിനെ സൂചിപ്പിച്ച പോലെ ലോകത്ത് ഒരു വിജനമായ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി നമുക്ക് അവിടെ എന്തു നിർവഹിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തൻ്റെ ഭാര്യയും മകനും യഥാർത്ഥത്തിൽ ആ ഭാര്യയെയും മകനെയും കൊണ്ടേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വിട്ടേച്ചു പോകുന്നത് കൃത്യമായ വിജന പ്രദേശത്ത് തന്നെയാണ്. ആരോരുമില്ല, സഹായത്തിനാളില്ല, കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും പ്രതീക്ഷിക്കുന്നില്ല, തണൽ വൃക്ഷങ്ങളില്ല. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് തൻ്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇവിടെ വല്ല ജിന്നുമുണ്ടാകും, ഇവിടെ വല്ല മലക്കുമുണ്ടാകും, അല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാക്കൾ ഉണ്ടാകും എന്നു കരുതി അവരിലേക്ക് എങ്ങോട്ടെങ്കിലും ഒരു ശരണം വിളി, യാ ഇബാദല്ലാ അഈനൂനി എന്ന് ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് തേടാമായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ. യാഥാസ്ഥികരുടെ വാദപ്രകാരം എല്ലായിടത്തും മഹാത്മാക്കളായ ആളുകളുടെ ആത്മാക്കൾ ഇങ്ങനെ നമ്മുടെ സഹായത്തേട്ടത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനുവേണ്ടി പല ഉദ്ധരണികളും അവർ ഉദ്ധരിക്കാറുണ്ടല്ലോ. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ വിജന പ്രദേശത്ത് അങ്ങനെ ഒരു മഹാന്റെയും ആത്മാവിനെ പ്രതീക്ഷിച്ചിട്ടില്ല. നവയാഥാസ്ഥികർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജിന്നിനെയും മലക്കിനെയും പ്രതീക്ഷിക്കുകയാണല്ലോ. എന്നാൽ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ളൊരു വിജന പ്രദേശത്ത് ഒരു ജിന്നിനെയും മലക്കിനെയും പ്രതീക്ഷിച്ചിട്ടില്ല. സകലമാന ജിന്നുകളുടെയും സകലമാന മലക്കുകളുടെയും സകല മഹാന്മാരുടെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെയും ഇന്നലെ മരണപ്പെട്ട് പോയവരുടെയും സിട്ടാവായ പടച്ച റബ്ബ് അവനിലാണ് പ്രതീക്ഷ. അതുകൊണ്ട് ആ റബ്ബിൽ ഫലമേൽപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇതാണ് വിജനപ്രദേശത്തിന്റെ ഏറ്റവും നല്ല മികച്ച ഉദാഹരണം ഖുർആൻ എടുത്തു കൊടുത്തു. പിൽക്കാലത്ത് അതേ പ്രവാചക പരമ്പരയിൽ കടന്നു വന്നിരിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ കടന്നു വന്നിരിക്കുന്ന പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സ്വഹാബി മുസ്ലിമല്ലാത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്ന മനുഷ്യൻ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അൻത മുഹമ്മദ്, നീയാണോ മുഹമ്മദ്? അൻത റസൂൽ, റസൂലുള്ള, നീയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റസൂൽ പറഞ്ഞു, നഅം, അത് ഞാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. അയാൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിലേക്കാണ് താങ്കൾ ജനങ്ങൾ ക്ഷണിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രതികരിച്ചത്, അദ്ഉ ഇലല്ലാഹി വഹദ, ഞാൻ ഏകനായ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത്. ആ അള്ളാഹു ആരാണ് എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ആരാണ് അള്ളാഹു? നിനക്കൊരു പ്രയാസം ബാധിച്ചാൽ, ഒരു ദുരിതം ബാധിച്ചാൽ, ഒരു കഷ്ടപ്പാട് ബാധിച്ചാൽ, നീ അവരോട് പ്രാർത്ഥിച്ചാൽ, അവരോട് തേടിയാൽ ആ കഷ്ടപ്പാട് നീക്കിത്തരുന്നവൻ അവനാണ് അള്ളാഹു. അവനിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, മനുഷ്യരെ ക്ഷണിക്കുന്നത്. രണ്ടാമത്തെ വിശദീകരണം എന്താ? രണ്ടാമത്തെ വിശദീകരണം, നിനക്ക് വരൾച്ചയുണ്ടായാൽ, നിനക്ക് ക്ഷാമമുണ്ടായാൽ, പട്ടിണി ഉണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ തരണം ചെയ്യേണ്ടി വന്നാൽ നീ അവരോട് പ്രാർത്ഥിച്ചാൽ നിന്റെ ഭൂമിയിൽ അവൻ വിളവുണ്ടാക്കി തരും. അവൻ നിന്റെ ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കും, അതിൽ ചെടികൾ മുളപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പടച്ച റബ്ബിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തിയത്. ആ അള്ളാഹുവിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. മൂന്നാമത്തെ വിശദീകരണം, വലൗ കുൻത ഫീ അർളി ഖഫരിൻ ഫഅളലത ഫദഅഉതഹു റദ്ദ അലൈക. കൃത്യമായി പഠിച്ചോളൂ. ഒരു വിജനമായ ഭൂമിയിൽ നീ അകപ്പെട്ടാൽ, എത്തിച്ചേർന്നാൽ, പ്രവാചകത്തിന് മേൽ പറയാം, ഒരു വിജനമായ ഭൂമിയിൽ ആരോരുമില്ലാത്ത പ്രദേശത്ത് നീ എത്തിപ്പെട്ടാൽ, എന്നിട്ട് നിനക്ക് വഴിതെറ്റിയാൽ, നീ വഴിതെറ്റിപ്പോയാൽ, അവിടെ വെച്ച് ആ അള്ളാഹുവിനോട് നീ തേടുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരം നൽകുന്നവൻ,
അവനാണ് അല്ലാഹു. അവനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാ. വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ, അവിടെ വഴിതെറ്റിയാൽ പോലും പടച്ച റബ്ബിനോട് തേടിയാൽ അവൻ നിനക്ക് ഉത്തരം നൽകും. അങ്ങനെയുള്ള റബ്ബിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നിട്ട് ഇത്രയും കേട്ടപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അസ്ലമ, അയാളെ മുസ്ലിമായി, അയാൾ ഇസ്ലാം എന്ന് സ്വീകരിച്ചു. വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ ആരോട് തേടിയാലാണ് ഉത്തരം കിട്ടുക എന്ന പ്രവാചക തിരുമേനിയുടെ ആ ഉപദേശമുണ്ടല്ലോ, അത് മനസ്സിൽ കയറി ആ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ ശിർക്ക് വിട്ട് തൗഹീദിലേക്ക് വന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് ഔസിനി, എന്നെ നിങ്ങൾ ഉപദേശിക്കണം, എനിക്കൊരു ഉപദേശം നൽകണം. റസൂലുള്ളാഹി അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്താ? ലാ തസുബ്ബന്ന ഷൈഅൻ ഔ അഹദൻ, നീ ഒന്നിനെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും നീ ശകാരിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത് എന്ന്. എന്താ ഇതിന്റെ വശം? ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വരുന്ന മനുഷ്യൻ അവന്റെ നാവിൽ നിന്ന് തെറി അവസാനിപ്പിക്കണം. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്നാൽ തെറി അവസാനിക്കും, ചീത്ത പറയുന്നത്, ശകാരിക്കുന്ന അവസാനിക്കും. ഇതിന്റെ മറുവശം എന്താ? തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് പോയാൽ ആ ആളുകൾക്ക് തെറി മാത്രമേ പറയാൻ കഴിയൂ. ആളുകൾക്ക് തെറി മാത്രമേ പറയാൻ കഴിയൂ, ശകാരിക്കാൻ മാത്രമേ കഴിയൂ. അതാണ് കുറച്ചു കാലമായി കേരളക്കരയിൽ യാഥാസ്ഥിക നവയാഥാസ്ഥിക പാളയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ഒരുപാട് സമയമൊക്കെ വേണോ? ഒരുപാട് ആലോചിക്കാനുണ്ടോ? ഇത് സ്വഹീഹായിരിക്കുന്ന ഒരു ഹദീസ് ഞാൻ ഉദ്ധരിച്ചത്. ഇനി നവയാഥാസ്ഥികർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഏറ്റവും ആധുനിക ഹദീസ് പണ്ഡിതനായ നാസറുദ്ദീൻ അൽബാനി സ്വഹീഹാക്കിയിരിക്കുന്ന ഹദീസ് കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. പിന്നെ സംശയം ഉണ്ടാവില്ലല്ലോ. എന്നാൽ നേരത്തെ അലിമദിന് സൂചിപ്പിച്ച പോലെ ചത്ത പോത്തിന്റെ പിന്നാലെ 4-5 കൊല്ലം ഓടിയല്ലോ. ഒതുയത്തിറക്കുന്ന കാലാണിത്. ഈ കാലത്ത് തന്നെയാണ് ആ ലേഖനം വരേണ്ടത്. മനസ്സിലായില്ലേ? ഏത് പോത്തിനെ സ്വീകരിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന ഒരു കാലത്ത് ലേഖനം വരുന്നു. ലേഖന പരമ്പര. ചത്ത പോത്തിന്റെ കുറുമ കഴിക്കാമോ എന്ന് ലേഖന പരമ്പരയുടെ പേരാണത്. ആലോചിക്കുക. വിഷയം അവിടേക്കാ വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിജനമായ പ്രദേശം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചിരിക്കുന്ന വിജന പ്രദേശം, അതേ പ്രവാചക തിരുമേനിയാണ് ബദറിന്റെ രണാങ്കണത്തിൽ പടച്ചറബിനോട് പ്രാർത്ഥിച്ചത്. ഖുർആൻ ആ പ്രാർത്ഥന എടുത്തു കൊടുത്തപ്പോൾ പരിചയപ്പെടുത്തി. അങ്ങനെയാ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം എന്നല്ല ഖുർആൻ കൊടുത്തത്, ഇസ്തിഗാസ നടത്തിയിരിക്കുന്ന സന്ദർഭം. വിഷമം, പ്രയാസം, കഷ്ടപ്പാട്, ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം മുമ്പിൽ നിൽക്കുമ്പോ പ്രവാചക തിരുമേനി നടത്തിയിരിക്കുന്ന പ്രാർത്ഥനയെ ഖുർആൻ പരിചയപ്പെടുത്തി ഇസ്തിഗാസ എന്നാണ്. ആ ഇസ്തിഗാസ പ്രവാചകൻ നടത്തിയത് ആരോടാ? പടച്ച റബ്ബിനോട്. അത് ശ്രദ്ധേയമാണ്, അവിസ്മരണീയമാണ്, ഓർത്തിരിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നെന്താ? പ്രവാചകരെ, അപ്പോൾ താങ്കൾ ഞാൻ സഹായിച്ചത് എങ്ങനെയാ? തുടരെ വന്നുകൊണ്ടിരിക്കുന്ന 1000 മലക്കുകളെ കൊണ്ട്. ഇത് പ്രവാചകർക്ക് പരിചയമുണ്ട്, പ്രവാചകർ അനുഭവിച്ചു, മനസ്സിലാക്കി. ഈ പ്രവാചകരാണ് അടുത്ത വർഷം ഉഹുദിൽ പങ്കെടുക്കുന്നത്, ഉഹുദിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ നമുക്കറിയാം. ഏറ്റവും പ്രമുഖരായിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബികൾ കൊല്ലപ്പെട്ട, ബാക്കിയുള്ളവർ നെട്ടോട്ടമോടിയ, പ്രവാചകർ വരെ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി വരുന്ന ഒരു നിർണായകമായ പരീക്ഷണ ഘട്ടം. പ്രവാചക തിരുമേനിക്ക് 2 ആലോചകർക്ക് അവിടെ വകുപ്പുണ്ട്. ഒന്ന് യാഥാസ്ഥികർക്ക് വേണ്ടി, ഒന്ന് നവയാഥാസ്ഥികർക്ക് വേണ്ടി. എന്താ നവയാഥാസ്ഥികർക്ക് വേണ്ടി എന്ന് ആലോചിക്കണം. കഴിഞ്ഞ യുദ്ധത്തിൽ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഇസ്തിഗാസ് നടത്തിയിട്ട് ലഭിച്ച ഉത്തരം മലക്കുകൾ അയച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ആ മലക്കുകളൊന്നും മരിച്ചിട്ടില്ലല്ലോ. ബദറിൽ ഒരൊറ്റ മലക്കും ഷഹീദായിട്ടില്ല. മലക്കുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, മലക്കുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതിനാൽ ആ ജീവിച്ചിരിക്കുന്ന മലക്കുകളോട് ഈ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് ഒന്ന് തേടി നോക്കാം, മലക്കുകളെ ഞങ്ങളെ ഈ യുദ്ധത്തിൽ സഹായിക്കണമേ എന്നൊന്ന് തേടി നോക്കാം. പോകട്ടെ, മലക്കുകൾ സഹായിക്കുമെന്ന് കരുതി അള്ളാഹുവിന്റെ പടപ്പുകളെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊന്ന് വിളിച്ചു നോക്കാം. നവയാഥാസ്ഥികരോട് പ്രവാചക തിരുമേനി കനിഞ്ഞില്ല. എന്നാൽ യാഥാസ്ഥികരോട് കനിയാമായിരുന്നു. അതെങ്ങനെയാ? തൊട്ടുമുമ്പത്തെ യുദ്ധത്തിൽ ബദറിൽ ഷഹീദായ 14 ശുഹദാക്കൾ, ആ 14 ശുഹദാക്കളും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതവും മരണവും തുല്യമാണല്ലോ.
ജീവിതവും മരണവും തുല്യമാണല്ലോ ഇവരുടെ ഭാഷയിൽ. എങ്കിൽ ആ ജീവിതവും മരണവും തുല്യമായി ആണ് എന്ന് ഇവർ വിശ്വസിക്കുന്ന ആ ബദർ ശുഹദാക്കളിൽ ആരെയെങ്കിലും പ്രവാചക തിരുമേനി വിളിച്ചു തേടാമായിരുന്നു. ബദർ ശുഹദാക്കളെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രവാചകർക്ക് തേടാമായിരുന്നു. ഒരു ഇസ്തിഗാസ ആ വഴിക്ക് കൊടുക്കാമായിരുന്നു. പ്രവാചക തിരുമേനി ഈ യാഥാസ്ഥികരെയും തൃപ്തിപ്പെടുത്തിയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ഈ സംവാദത്തിന്റെ ആദ്യ അവസാനം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതാ. ബദറിന്റെ രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്ന ശുഹദാക്കളെ ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രയാസപ്പെടുന്ന പ്രവാചകരോ സ്വഹാബത്തോ വിളിച്ചു തേടിയോ ഇസ്തിഗാസ നടത്തിയോ ഒരു സംഭവം ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ ആ CD മുഴുവനും കണ്ടോക്ക്. ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം വന്നിട്ടുണ്ടോ? ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ടോ? ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിനോട് കൃത്യമായി പ്രതികരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരു സംഭവവും എവിടെ നിന്നും ഉദ്ധരിക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് മറ്റു പല വഴിക്കും യാത്ര ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചത്. നേർവഴിക്ക് മാത്രമില്ല. ഇതാണ് അതിന്റെ വശം. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന ഉദാഹരണങ്ങൾ, പ്രവാചകർ പഠിപ്പിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുഭവങ്ങൾ, ഇവ മൂന്നും മുമ്പിൽ വെച്ചിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മള് ഹജ്ജിന് പോകുന്ന ആളുകൾ പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ തെൽബിയത്തിന്റെ ആദ്യ ഭാഗം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന മുമ്പ് പഠിച്ചവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അതിന്റെ ആദ്യ ഭാഗം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. പക്ഷേ ആ തൽബിയത്തിലേക്ക് അവരുടെ വാദം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അവർ കൂട്ടിക്കലർത്തി. ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഒരു പങ്കുകാർ നിനക്കുണ്ട്. ആരാണവർ? നിന്റെ ആളുകള്, നിനക്ക് വേണ്ടപ്പെട്ടവര്, നീ കൊടുത്ത കഴിവുകൾ കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിനക്ക് നേർക്കുനേര ഒരു പങ്കുകാരുമില്ല. ഇമാം റാസി പറഞ്ഞ പോലെ ഫഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റത്തി വൽ ഇൽമി വൽ ഹിക്മ ഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. ഇന്നുവരെ ലോകത്ത് ശിർക്ക് ചെയ്തിരിക്കുന്ന ഒരൊറ്റ മനുഷ്യനും, ശിർക്കിന് വേണ്ടി വാദിക്കുന്ന ഒരൊറ്റ മനുഷ്യനും പടച്ചവനെ പോലെ അസ്തിത്വമുള്ള, കഴിവുള്ള, അറിവുള്ള, ഉണ്മയുള്ള പിന്നെ ഒരു മറ്റൊരു ഇലാഹുണ്ട് എന്നൊരിക്കലും വാദിച്ചിട്ടില്ല, സമർത്ഥിക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഇമാം റാസി വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ പിന്നെ എങ്ങനെയാ അവർ ശിർക്ക് ചെയ്തത്? ആ ശിർക്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാ ഇവിടെ പറഞ്ഞത്. ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന പങ്കുകാർ നിനക്കുണ്ട്. ആരാണ് പങ്കുകാർ? ഇബ്രാഹിം നബി അടക്കമുള്ള പ്രവാചകന്മാർ, ലാത്ത ഉസ്സ പോലെയുള്ള ആളുകൾ. എന്നാൽ ഈ തൽബിയത്തിന്റെ ആദ്യ ഭാഗം തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തൽബിയത്തിന്റെ ആദ്യ ഭാഗമായി സ്വീകരിച്ചത്. പക്ഷെ അവസാന ഭാഗമോ പ്രവാചകർ തിരുത്തി. എന്തിനാ തിരുത്തിയത്? തിരുത്തേണ്ട കാര്യമുണ്ടോ? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ തൽബിയത്തെ തന്നെ ഉരുവിട്ട് മുന്നോട്ട് പോകാമായിരുന്നില്ല മുസ്ലിം സമൂഹത്തിന്. പക്ഷേ പ്രവാചകർ തിരുത്തി കൊടുക്കുന്ന എങ്ങനെയാ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. തീർച്ചയായും എല്ലാ സ്തുതികളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ആധിപത്യങ്ങളും നിനക്കുള്ളത്. നിനക്ക് ഒരു തരത്തിലുള്ള പങ്കുകാരുമില്ല. ആധിപത്യം, അധികാരം, അനുഗ്രഹം എല്ലാം അല്ലാഹുവിൻ്റേത്. ഇവിടെ ജനങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ച് ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവയുടെ എല്ലാം ഉടമ പടച്ചവനാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ തൽബിയത്ത് അവസാനിപ്പിക്കുന്നത്. ഈ തൽബിയത്തിലല്ലേ അവിടെ മക്കയിൽ ചെന്ന് ഉംറ നിർവഹിക്കുന്ന ആളുകൾ ആ ഉംറ നിർവഹിക്കുമ്പോൾ അവർ ചെയ്യുന്ന തവാഫിന്റെ പര്യവസാനമായി പഠിപ്പിച്ചിരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം. അതിലെ ഒന്നാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യാൻ പഠിപ്പിച്ച സൂറത്ത് ഏതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ. അല്ലയോ സത്യനിഷേധികളെ, നിങ്ങളുടെ ആരാധനകളിൽ ഞാൻ സംബന്ധിക്കില്ല, ഞാൻ അതിനോട് സഹകരിക്കില്ല. ഇത് പഠിപ്പിച്ചപ്പെടാം. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ഡിമാൻഡ് വെച്ചല്ലോ,
നിങ്ങളിങ്ങനെ കഅബ തവാഫ് ചെയ്യുമ്പോ ഇബ്രാഹിം നബി അടക്കമുള്ളവരുടെ വിഗ്രഹങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് കാണുമ്പോ ഒരു ചെറിയ ഒരു ഐക്യദാനം പുലർത്തിയാൽ, ഒന്ന് കൈയുയർത്തി കാണിച്ചാൽ നമ്മൾ തമ്മിൽ പ്രശ്നമില്ല. നിനക്കിവിടെ മുഹമ്മദേ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാം, അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാം, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല. ഈ സമയത്താണ് ഖുർആൻ എന്ന് പറഞ്ഞത്, സത്യനിഷേധികളെ, നിങ്ങളുമായി ആരാധനയിൽ ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എന്റെ ആദർശം. ഇത് പഠിപ്പിച്ചു പ്രവാചകർ. ആ പഠിപ്പിക്കാൻ ആയത്തിറങ്ങിയത് ഈ സൂറത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിലോ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തി. എല്ലാ അർത്ഥത്തിലും അവനാണ് ഏകൻ, അവൻ ഇടത്തും വലത്തും താഴെയും മുകളിലും മുമ്പിലും പിന്നിലും ആരെയും നമുക്ക് പ്രതിഷ്ഠിക്കുവാനില്ല. പടച്ച റബ്ബ് എല്ലാത്തിലും ഏകൻ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് തവാഫ് പൂർത്തീകരിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം എന്ന നിലക്ക് മാത്രമാണ്. സുഹൃത്തുക്കളെ, തൗഹീദിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ചിരിക്കുന്ന ഏകദൈവ ആരാധനയുടെ മർമ്മത്ത് കയറി അതിന് കത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കരുതിയിരിക്കണം. മക്കയിലെ മുശ്രിക്കുകൾ, അബൂജാഹിലും അടക്കമുള്ള ആളുകൾ, അവര് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, അല്ലാഹു അല്ലാത്തവരുടെ ഇസ്തിഗാസ നടത്തുമ്പോ അവർ അതിന് ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയതായി കാണുന്നില്ല ശരിയായ രൂപത്തിൽ. എന്നാൽ പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ കഷ്ടിച്ചെടുത്ത് അതേ പടച്ച റബ്ബിനെ വിട്ട് മറ്റുള്ളവരെ വിളിച്ചു തേടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് ആളുകളെ വഴിതെറ്റിക്കുവാൻ ഈ പണ്ഡിതന്മാർ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആയത്തുകളെയാണ്. ഇത്ര വലിയ അപകടകാരികൾ ഇസ്ലാമിന്റെ പേരിൽ ഒരുപക്ഷെ ലോകത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. അതാണ് വിഷയം, അത് തന്നെയാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ എവിടെയും ഒരു സംവാദത്തിന് വ്യവസ്ഥ ഒരുങ്ങുമ്പോ പ്രധാനമായി ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. വസ്തുത ഇപ്പോ ഇടക്കാലത്ത് ചില സംവാദ വ്യവസ്ഥകൾ മുടങ്ങിപ്പോകാണ്ടായ കാരണം എന്താ? വിഷയം നിർണ്ണയിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എഴുതാറുണ്ട് കൃത്യമായി തന്നെ, ബദരീങ്ങളെ കാക്കണേ, മുഹദ്ദീശയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അത് ശിർക്കാണ്, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ്. അപ്പോ ഉസ്താദുമാർ അപ്പുറത്ത് പറയും അത് ഞങ്ങൾ സമ്മതിക്കൂല, പ്രാർത്ഥന എന്ന് പറയാൻ പാടില്ല, ഇസ്തിഗാസ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, അത് രണ്ടും കൂടി കൂട്ടിക്കലർത്താൻ പാടില്ല. അതിന്റെ പേരിലാണ് പല സംവാദ വ്യവസ്ഥകളും ഇടക്കാലത്ത് മുറിഞ്ഞു പോയത്. പക്ഷേ നമുക്ക് നമ്മുടെ വാദത്തിൽ നിൽക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് വേറെ വിഷയമൊന്നുമില്ല, ഇതന്നെയാ വിഷയം. ഇത് പ്രാർത്ഥനയാണോ എന്ന് പറയാൻ പറ്റൂല. പക്ഷേ കോടമ്പുഴയിൽ ഇവിടത്തെ നല്ലവരായ രണ്ട് സഹോദരന്മാരുടെ സമ്മർദ്ദവും അവരുടേതായ ഒരു മേൽക്കൈയും വെച്ചുകൊണ്ട് സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതിയപ്പോ അവർക്ക് ഈ വാദം ഇവിടെ അംഗീകരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ വാദത്തിൽ അവർ കൈകടത്താൻ ശ്രമിച്ച ചെറിയ ശ്രമമൊക്കെ നടത്തിയെങ്കിലും നടന്നില്ല. ആ വാദം അതുപോലെ അവർ അംഗീകരിച്ചു. മറുവാദം അവർക്ക് എഴുതേണ്ടി വന്നു. എന്താ അവർ എഴുതിയത്? ബദരീകളെ കാക്കണേ, മുഹദ്ദീശയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ എന്ന സഹായതേട്ടം ഖുർആൻ അരുതെന്ന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കുമല്ല, പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളതുമാണ്. 3 കാര്യം അവർ ചെയ്യണം. അവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അവർ ഇസ്തിഗാസ എന്ന് പേരിട്ടിട്ട് നമ്മൾ പ്രാർത്ഥന പേരിട്ടെ, അതിനവർ പറഞ്ഞെന്താ? 1, ഖുർആൻ അരുതെന്ന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയല്ല. 2, അത് ശിർക്കല്ല. 3, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ്. ഈ 3 കാര്യം അവർ തെളിയിക്കേണ്ടിയിരുന്നു. പക്ഷേ സംവാദത്തിന്റെ ആദ്യാവസാനം തങ്ങളുടെ വിഷയവും തങ്ങളുടെ വാദവും പൂർണ്ണമായി മറക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്തുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ആ വാദം എന്തായിരുന്നുവെന്ന് അവരുടെ സംവാദത്തിന് നേതൃത്വം കൊടുത്ത അവരുടെ മധ്യസ്ഥൻ സംവാദത്തിന്റെ ആമുഖത്തിൽ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ആ ഭാഗം, അവരുടെ ശബ്ദം നമുക്കിവിടെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. വാദം, മുജാഹിദ് വാദം, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ്. സുന്നിവാദം, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, അതിനാൽ അത് ശിർക്കുമല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ്. ഇവിടെ
ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇത് ശിർക്കാണ്, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ് എന്ന് നമ്മൾ സമർത്ഥിക്കണം. നമ്മൾ വിഷയാവതരണത്തിൽ തന്നെ ദശക്കണക്കിന് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വിഷയം സമർത്ഥിച്ചു. എന്നാൽ അവരുടെ വിഷയാവതരണം മുതൽ അവിടം തൊട്ട് അവർ അതിന് തെന്നിപ്പോകുവാനും മറ്റു ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് ഊരിച്ചാടുവാനുമാണ് അവർ ശ്രമിച്ചത്. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, സമസ്തയുടെ തന്നെ മുൻകാല പണ്ഡിതന്മാർ ഞങ്ങള് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ള ധൈര്യമൊന്നും കഴിച്ചിട്ടില്ല. ഇത് എന്റെ കയ്യിലുള്ളത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയിരിക്കുന്ന ഒരു കൃതിയുണ്ട്. ഇതിന്റെ പേര് അൽ ഖൗലു സദീദ് ഫി റദ്ദി തൗഹീദ്. തൗഹീദിനെതിരിലുള്ള ശരിയായ സന്ദേശം എന്നതിന്റെ അർത്ഥം. സംഗതി മനസ്സിലാവും. തൗഹീദിനെതിരിലുള്ള ശരിയായ സന്ദേശം ഖൗലു സദീദ് ഫി റദ്ദി തൗഹീദ് ഇരിക്കട്ടെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതുമ്പോ അദ്ദേഹം ഇതിന്റെ 133-ാം പേജിൽ എഴുതുന്നു, എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിം പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയില്ല, പറഞ്ഞത് ഇതുവരെ കേട്ടിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന അഹ്സനിമാർക്ക് കിതാബ് ഓതിക്കൊടുക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണെന്ത്, ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ. ഇതിന്റെ സംഗതി എന്താ, വഹാബികളുടെ ചോദ്യങ്ങളും ഇവരുടെ ഉത്തരങ്ങളുമാണ്. കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. അതിൽ ഒരു ചോദ്യം 5, മുഹൈദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? ഇതിന്റെ മറുപടി ആദ്യ ഭാഗം എന്താ അറിയോ? അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. മുഹൈദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്. ഖുർആനിലും സ്വഹീഹായ ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചതും ഖുർആനിന്റെ ഏത് ആയത്തിലാണ് മരിച്ചുപോയ മഹാത്മാക്കളോട് ഏതെങ്കിലും ഒരു പ്രവാചകൻ തേടിയ സംഭവമുള്ളത്? എന്നിട്ട് ഏതായത്തെന്നറിയോ? ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമുനസ്സലാ വയുഊതൂന സക്കാ വഹും റാക്കിഊൻ എന്ന് പറയുന്ന സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്ത്. ഇത് പുതിയ സാധനം ഇറക്കിയൊന്നല്ല. ഇടക്കോറൊന്ന് ഇറക്കും, പിന്നെ ഔട്ടാവും. ഔട്ടായി കഴിഞ്ഞ് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അതേ മുതൽ പിന്നെ ഇറക്കും. ഇപ്പൊ ആൾക്കാരുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടില്ലേ? ഒരു 100 കൊല്ലം 150 കൊല്ലം മുമ്പുള്ള രാജാക്കന്മാരുടെയും അവരുടെ സദസ്സിൽ ആളുകളുടെ ഒക്കെ വസ്ത്രങ്ങളാണ്, അന്നത്തെ കോലമാണ് ഇപ്പൊ ഫാഷനായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ പഴയ ചിത്രങ്ങളൊക്കെ നോക്കൊണ്ടു കാണാൻ പറ്റും. എന്നപോലെ ഓരോ കാലത്ത് ഔട്ടായി പോയത് പിന്നെ പുതിയ കോലത്തിനിടക്കും. അതാണ് ഇവിടെ ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്തിറക്കിയത്. ഇത് ഇറങ്ങി അന്ന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇറങ്ങി അന്നെ മറുപടി കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വിഷയം വരുമ്പോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരിൽ പലരുടെയും ശ്രദ്ധേയമായ പ്രാർത്ഥനകളും ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേ പ്രവാചകന്മാർ മരിച്ചുപോയ ഒരു പ്രവാചകനോടോ ഒരു വലിയനോടോ ഇസ്തിഗാസ നടത്തിയ, സഹായത്തേട്ടം നടത്തിയ, പ്രാർത്ഥിച്ച ഒരു സംഭവം ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? ഇന്നമാ വലിയക്കുമല്ല എന്ന് പറയുന്ന ആയത്തിൽ എന്താ സംഭവം ഉള്ളത്? ഏത് സംഭവമാണുള്ളത്? ഇതാണ് വിഷയം. പിന്നെ അത് 55-ാമത്തെ ആയത്ത് മുതൽ ഓതിയാ പോരാ, 51 മുതൽ ഓതി വരണം. അപ്പൊ കിട്ടും എന്താ വിഷയം എന്നുള്ളത്. നമ്മുടെ CD-യിൽ അതിന്റെ അവസാനത്തിൽ അതിന്റെ കൃത്യമായ വിശദാംശം കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള സംഗതികൾ ചോദ്യത്തിനല്ല ഉത്തരം. ചോദ്യം ഇതാണ്: മുൻകഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാർ മരിച്ചുപോയ ഒരു പ്രവാചകനോടോ അല്ലെങ്കിൽ ഒരു വലിയനോടോ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം അതാണ് കണ്ടത്. എന്താ അങ്ങനെ ചോദിച്ചത്? അള്ളാഹോട് മാത്രം തേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്.
അതേ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളോടും തേടിയ ആയത്തുകൾ ഉണ്ട് എങ്കിൽ അത് കിട്ടണം. കിട്ടിയാൽ തന്നെ എന്താ സംഭവിക്കുക? ഖുർആനിന്റെ അജയ്യത തകർക്കലായിരിക്കും. എന്താ കാരണം? 100 കണക്കിന് ആയത്തിലൂടെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന അതേ ഖുർആനിൽ അല്ലാത്തവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്, അല്ല ഖുർആൻ വൈരുദ്ധ്യത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്, വാദിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ചോദിച്ചു ഖുർആൻ വരട്ടെ. അലവി മൗലവി മുമ്പ് ഈ ചോദ്യം ചോദിച്ചപ്പോ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുവാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ, ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആരാ ചോദിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കാത്തതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് നേരം പഠിപ്പിച്ചല്ലോ. അലവി മൗലവി ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. ഇവിടെ നേരത്തെ CP പറഞ്ഞല്ലോ, അവസാനം മധ്യസ്ഥന്മാർക്ക് മനസ്സിലായി ഇത് പോക്ക് ശരിയായ പോക്കല്ല. അന്നും ഇതുപോലെ ബോധമുള്ള മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. ഇവിടത്തെ കാര്യം പോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്ന, മാത്രമല്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, സത്യമാണെന്ന് ബോധപ്പെട്ടാൽ സ്വീകരിക്കുവാൻ സൗമനസ്യമുള്ള അങ്ങനെയുള്ള മധ്യസ്ഥന്മാർ അവർ അന്ന് ഇടപെട്ടു. അവർ പറഞ്ഞു, ഏതായാലും മുജാഹിദ് മൗലവി ചോദിച്ചില്ലേ, നിങ്ങളതിന് ഉത്തരണ്ട് പറഞ്ഞാളി. അതാണ് ഇവിടെയും ആവർത്തിച്ചത്. ഞങ്ങളുടെ പൂർവികമായ ചരിത്രം തന്നെയാണ് ആവർത്തിച്ചത്. നിങ്ങളോ അന്ന് തുടങ്ങിയിരിക്കുന്ന ഒഴിഞ്ഞുമാറൽ ഇവിടെയും തുടർന്നു. നിങ്ങളെ പൂർവികത കാത്തു സൂക്ഷിച്ചു, നമ്മളെ പൂർവികതയും കാത്തു സൂക്ഷിച്ചു. ഞങ്ങളുടെ ആദർശത്തിലും വിഷയത്തിലും വാദത്തിലും പ്രമാണത്തിലും ഉറച്ചു നിന്നു. നിങ്ങളുടെ കുതന്ത്രത്തിലും ഒഴിഞ്ഞുമാറലിലും ദുർവ്യാഖ്യാനത്തിലും ഉറച്ചു നിന്നു. പക്ഷേ അന്ന് അവർക്ക് ഉത്തരം പറയുവാനുള്ള മടിയെന്താ? ഖുർആനിന്റെ ആയത്ത് എന്തൊക്കെയാണെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തരാൻ തെളിവാക്കുന്നതിനോട് എന്തോ ഒരു പ്രയാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അവരുടെ ആ ബോധം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന പുതിയ ടീം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുവാൻ എത്ര ആയത്തുകളും ഇന്ന് ഓതാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാ നമ്മൾ കൃത്യമായി ഒരു സംഭവം ഉദ്ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കിട്ടിയിട്ടില്ല. നിങ്ങൾ CD മുഴുവനും പരതിക്കോളൂ. മൊയിലമാരൊക്കെ CD കണ്ടാൽ മതി, ഒരു കുഴപ്പമില്ല. അത് കണ്ടോളൂ. എന്നിട്ട് അത് നിങ്ങൾ കാണിച്ചാൽ മതി. മൊയിലമാരിറക്കിയിരിക്കുന്ന CD എടുത്തിട്ട് അതിൽ മരിച്ചുപോയ മഹാത്മാക്കളെ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകർ തേടിയ, ഒരു വരിയിനോട് തേടിയ ഒരു സംഭവം ഖുർആനിൽ നിന്ന് മുസ്ലിയാക്കന്മാർ ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് നല്ലോണം പരതി നോക്കുക. ഈ വിഷയം എവിടെ നിൽക്കുന്നു, വാദം എവിടെ നിൽക്കുന്നു, ഇവർ എവിടെ നിൽക്കുന്നു എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടാൻ അത് മാത്രം മതിയാവും. പക്ഷേ ഇവർ ഒരിക്കലും അതിലേക്ക് വരാൻ തയ്യാറേ അല്ല. മാത്രമല്ല അവർ അവിടെ നിന്നു. ഞങ്ങൾ 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്, പ്രധാനമായി 4 ചോദ്യങ്ങൾ. പക്ഷെ അവരോ വിഷയാവതരണത്തിലും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴും അവസാനം അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരത്തിലും വിഷയത്തോടോ, വിഷയത്തിന്റെ മർമ്മത്തോടോ, വിഷയത്തിലെ വാദത്തോടോ കൂറു പുലർത്തുവാൻ, നീതി പുലർത്തുവാൻ ശ്രമിച്ചതേയില്ല. ഇതെന്താ സംഭവം? എപ്പോഴോ ഒരിക്കൽ ചക്കട്ടപ്പം മൊയല് കിട്ടി. ഇവിടെയും ചക്ക അങ്ങനെ ഇട്ട് നോക്കിയതാ, ചക്കക്ക് പോയിന്നല്ലാതെ ഒറ്റ മൊയലും കിട്ടിയില്ല. ഇതാണ് നമ്മളെ മറ്റേ ടീമുണ്ടല്ലോ, നവയാഥാസ്ഥികർ. അവരോട് ചില ചക്കരപ്പറമ്പിലും ചില മട്ടാഞ്ചേരിയിലും ഒക്കെ ഒന്ന് കുത്തിയിരുന്നപ്പോ വ്യവസ്ഥയുടെ സന്ദർഭത്തിൽ വിഷയത്തിലേക്ക് ജിന്നും മലക്കുമൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് വിഷയമായി ചർച്ച ചെയ്യുവാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവർ മെനക്കെടാതെ പോയത് അത് തങ്ങളുടെ വിജയമായി ആഘോഷിച്ച് കൊണ്ടിറക്കുന്ന ആൾക്കാര് അവിടെ ചക്കട്ടപ്പം മൊയല് കിട്ടി. പക്ഷേ ആ ചക്ക കോടമ്പുഴയിൽ ഇട്ടിട്ട് കാര്യമില്ല. കാരണം ഇപ്പുറത്തിരിക്കുന്നത് യഥാർത്ഥ മുജാഹിദുകളാ. ഞങ്ങളതുകൊണ്ടാണ് പറഞ്ഞത്, ജിന്ന് വിഷയം, മലക്ക് വിഷയം, സിഹിർ വിഷയം, ബർക്കത്ത് വിഷയം, മൗസത്ത് വിഷയം, കറാമത്ത് വിഷയം എല്ലാത്തിലും സംവാദം നടത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. വ്യവസ്ഥ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ടീം അങ്ങനെ പറഞ്ഞിട്ടില്ല. മറ്റേ ടീം ചക്കരപ്പറമ്പിലും അതുപോലെ മട്ടാഞ്ചേരിയും അത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് വ്യവസ്ഥ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ജിന്നും സിഹിറുമൊക്കെ ചർച്ച ചെയ്യുവാൻ കഴിയില്ല, അത് ഉറപ്പാ. പിന്നെ അവസാനം കുറെ 4-5 കൊല്ലം കൊണ്ട് ഈ പോത്ത് ചത്തിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇത് ശിർക്കാണ് പറയാൻ നോക്കി. പക്ഷെ പുറത്ത് കുടുങ്ങുകയും ചെയ്തു. സിഹിറുമിൽ വന്നപ്പോ രണ്ടിന്റെയും മർമ്മൊന്നാണ്.
ആ മർമ്മം മനസ്സിലാക്കാതെ ഒന്ന് തൽക്കാലം തള്ളിയപ്പോ മറ്റത് കൊണ്ട് അപകടത്തിൽപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾക്ക് ആ വിഷയം. പക്ഷെ എന്താ, ഇവിടെ സുന്നി മുജാഹിദ് തർക്കങ്ങളിൽ ഈ മലക്കും ജിന്നും ഒരിക്കലും വിഷയമല്ല. ഞങ്ങൾക്ക് അറിയത്തുണ്ട. എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ, അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ പ്രമുഖരായ മുഫസ്സിറുകൾ ഉൾപ്പെടുത്തിയ ആരൊക്കെയാ? അന്ത്യദിനം വരെ ഉത്തരം ചെയ്യാത്ത, കേൾക്കാത്ത ആ ആളുകളെ എണ്ണിയപ്പോ ഒന്നാമത് എണ്ണിയാരെ മലക്കുകളെ, രണ്ടാമത് ജിന്നുകളെ, പിന്നെയാണ് പ്രവാചകന്മാരെയും ഔലിയാക്കന്മാരെയും, അതിന്റെ പുറകെയാണ് വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ എണ്ണിയത്. അത് ഒരു നൂറ്റാണ്ടോളമായി കേരളക്കരയിൽ ആ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ ആയത്ത് പഠിപ്പിക്കുന്ന മുജാഹിദുകൾക്ക് ജിന്ന് വിഷയത്തിലോ മലക്ക് വിഷയത്തിലോ ഒരു ചർച്ചക്കൊരിക്കലും മുട്ടുപറക്കില്ല. പക്ഷെ എന്ത് വേണം? അതിന് വേറെ വ്യവസ്ഥ എഴുതണം. എന്തുകൊണ്ട്? ഇവിടെ എഴുതിയൊരു വ്യവസ്ഥ ഉണ്ട്, അത് നടക്കാതെ പോരുത്, അത് നടക്കണം. കാരണം ഈ ആളുകൾ, ഇവിടെയുള്ള സാധാരണക്കാരായ സുന്നി പ്രവർത്തകരെ കൊണ്ട് വിളിപ്പിക്കുന്നത് മലക്കുകളെയല്ല, ജിന്നുകളെയല്ല. മനസ്സിലായില്ലേ? മലക്കുകളെയോ ജിന്നുകളെയോ അല്ല വിളിപ്പിക്കുന്നത്. കാല് തന്നെ വീഴുമ്പോൾ വരെ വിളിക്കുന്നത് ബദരീങ്ങളെ എന്നാണ്, ജിബ്രീൽ എന്നല്ല, മീകായിൽ എന്നല്ല. മഴ കിട്ടാതിരിക്കുമ്പോൾ പോലും വിളിക്കുന്നത് മീകായിലിനെ അല്ല, മമ്പർത്തെ കൊടിയെടുക്കാണ്, അല്ലെ മമ്പർത്തെ തങ്ങളെ വിളിക്കുകയാണ്. മനസ്സിലായോ? എന്നാൽ ആ സമയത്ത് നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നവരും മലക്കിനെ വിളിക്കുന്നവരുമായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സംവാദ വിഷയം അതായിരിക്കും നിങ്ങളുമായി. പക്ഷേ നിങ്ങൾ സാധാരണ ചെയ്തു കൊടുക്കുന്ന വഴി എന്താ? കുടുങ്ങുമ്പോ, പ്രയാസപ്പെടുമ്പോ, ദുരിതമുണ്ടാകുമ്പോ, കഷ്ടപ്പാടുണ്ടാകുമ്പോ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇസ്തിഗാസ നടത്തുന്നത് ബദരീങ്ങളോടും മമ്പറന്തങ്ങളോടും അതുപോലെ മുഹ്ദി ഷേഖിനോടും തുടങ്ങിയുള്ള മഹാന്മാരോടാണ്. അതുകൊണ്ട് വിഷയം അത് എഴുതിയത്, അതുകൊണ്ട് വാദം അങ്ങനെ എഴുതിയത്, അതുകൊണ്ട് ആ സംവാദത്തിൽ നിങ്ങളെ വിളിച്ചത്. ഈ നവയാഥാസ്ഥിതി വരട്ടെ, അവരാണ് ശരിക്കും ജിന്നും ഷെയ്ത്താനൊക്കെ ഇറക്കേണ്ടത്. അവരുമായി ഔദ്യോഗികമായ ഒരു സംവാദം നടത്തണം നിങ്ങൾ കുറച്ചു കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പണ്ടവരെ പറഞ്ഞാൽ ഇത് വന്ന് കിട്ടണ്ടേ, നിങ്ങൾ വന്ന് കിട്ടണ്ടേ? കിട്ടൂല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടായ ശേഷം അവരുമായി നടന്നിരിക്കുന്ന 3 സംവാദങ്ങളുടെയും CD പുറത്തിറക്കുവാൻ സാധിക്കാത്ത ജാള്യത ഉള്ളത് കൊണ്ട് തന്നെ ജിന്ന് സിഹിർ വിഷയങ്ങളിൽ യഥാർത്ഥ മുജാഹിദുകളുമായി ഒരു സംവാദം നടത്തുവാൻ അവർക്ക് കഴിയില്ല. അത് ഞങ്ങൾക്കറിയാവുന്നത് അങ്ങനെയാണ്. നടത്തുകയാണെങ്കിൽ അവരാണ് ഈ വരേണ്ടത്. കാരണം അവരാണല്ലോ സാധനം പുറത്തിറക്കിയത്. ഇങ്ങനെ പുതിയ സാധനം, ഒരു പുതിയ മുതലിറക്കിയത് അവരാണല്ലോ. ഇവിടുത്തെ യാഥാസ്ഥികർ സാധാരണക്കാരായ സുന്നി പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണി ബദരീങ്ങളെ കാക്കണേ, മുഹ്ദി ഷേഖിനെ രക്ഷിക്കണേ തുടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനകളാണ്, ഇസ്തിഗാസകളാണ്. അതുകൊണ്ടാണ് വിഷയത്തിൽ അത് വന്നത്. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. രണ്ടാമത് ഞങ്ങൾ ചോദിച്ച ചോദ്യം, ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രയാസപ്പെട്ട പ്രവാചകരോ സ്വഹാബികളോ ബദർ ശുഹദാക്കളോട് വിളിച്ചു തേടിയ വല്ല സംഭവം ഉദ്ധരിക്കാനുണ്ടോ? ഉദ്ധരിച്ചില്ല. ഒരിക്കലും ഉദ്ധരിച്ചില്ല. CD കണ്ടോളൂ നിങ്ങൾ. അവിടുന്ന് ഉദ്ധരിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചയച്ചാൽ മതി. ഇല്ല. മൂന്നാമത് നിങ്ങൾ ചോദിച്ചു എന്താറിയോ? അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ചാണ് ഞങ്ങൾ തേടുന്നത് എന്നാ പറയാറുള്ളത്. എന്നാൽ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച്, ഏത് ഭാഷയിൽ, എത്ര ദൂരെ നിന്നും എത്ര ആളുകൾ എന്താവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചോ ഒറ്റയ്ക്കോ തേടിയാൽ, വിളിച്ചു തേടിയാൽ, നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഇസ്തിഗാസ നടത്തിയാൽ, അതൊക്കെ വെവ്വേറെ കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള ഒരു കഴിവ് പടച്ച റബ്ബ് ഏതു മഹാനാണ് കൊടുത്തത്? ആ മഹാന്റെ പേരെന്ന് പറഞ്ഞാൽ മതി. ചെറിയ ഉത്തരം, ചോദ്യം വലുതാണെങ്കിലും ഉത്തരം വളരെ ചെറുതാ. ഒരു മഹാന്റെ പേര് നിങ്ങൾക്ക് എത്ര മഹാന്റെ പേരറിയാം? കുടുങ്ങുമ്പോഴൊക്കെ മഹാനല്ലാത്തൊരു പേര് പറയാ. മുനമ്പത്തെ ബീവിന്റെ പേരൊക്കെ ഉള്ള വലിയ പേര്. എന്താ പറയുക? പോലീശ ഒരു പേരറിയില്ല, മശഹൂറും കുറവില്ല, ബഹുമാന്യർ നിറഞ്ഞുള്ള നാട്, വെളിയങ്കൊട്ടുമ്മർ കാളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പറ്റ നാട്. അതാണ് ആ ബീവിന്റെ പോലീശ. കടപ്പുറത്തൊരു ശവം അടിഞ്ഞിട്ട് അതിനെയും വിട്ടില്ല. മയ്യത്ത് കിട്ടിയാൽ വിടാത്തൊരു ടീം. ഇവരൊക്കെ ഹജ്ജിനും ഉംറക്കും പോയാലേ
മക്കയിലും മദീനയിലൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഖബർസ്ഥാനൊക്കെ കണ്ട നെഞ്ചത്ത് ഇങ്ങനെ കൈവെക്കും. പടച്ചോനെ, എത്രങ്ങാനും കോടിയാണ് ഈ കിടക്കണത്. പ്രമുഖരായ സ്വഹാബിമാരുടെ, പ്രവാചകരുടെ പത്നിമാരുടെ ഒക്കെ ഖബറുകൾ ഒരു ഇഞ്ച് പോലും ഉയർത്താതെ, ഒരു ചാട് പോലും ഉയർത്താതെ സാധാരണ ഖബറുകളെ പോലെ കിടക്കുക. ഇതിൽ നിന്ന് ഒന്നിങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ, മനസ്സിലായില്ലേ? അതാ, കോടികളല്ല കോടിക്കോടികൾ സമ്പാദിക്കാമായിരുന്നു എന്ന് നെഞ്ചത്ത് കൈവെക്കുന്ന ആളുകൾ. അവരാണെന്ത് അവിടെ കടപ്പുറത്തറിഞ്ഞിരിക്കുന്ന ഒരു ശവം പേറിയിട്ട് അതിന് ബീവിയാക്കിയത്. എന്നിട്ട് ബീവിന്റെ പോയിഷൻ എന്താ? ഈ ബീവിന്റെ ഒരാളെ മാത്രം എന്ത് വേണം? ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ അഡ്രസ് അറിയണ്ടേ, പേര്, വിലാസം, ബാപ്പാന്റെ പേര്, ഉമ്മാന്റെ പേരൊക്കെ അത്രയെങ്കിലും അറിയണ്ടേ? അതൊന്നുമില്ല, അതൊന്നും നമുക്കറിയില്ല. എന്നാലും പോലീസൊക്കെ ഒരു കുറവില്ല. കാരണം വെളിയങ്കോട്ടൻ മർക്കാലി, കുഞ്ഞിമരക്കാർ ഷഹീദ് തുടങ്ങിയ മഹാന്മാരൊക്കെ ജനിച്ച നാട്ടിലാണ് ബീവി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞങ്ങൾ അന്ന് ഇങ്ങോട്ട് ചൊല്ലിയത് വേറെ വൈത്ത്, ഇതിനേക്കാളും മുന്തിര വൈത്ത്. ആരെക്കുറിച്ച്? അബൂലഹബിന്റെ ഭാര്യ, നല്ല പെണ്ണല്ലേ, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ, ബീവിയാണ്. പേരുണ്ട്, ഊരിന്റെ അഡ്രസ് ഉണ്ട്. പിന്നെ ഇതിലേറെ പോലീസ് ഉണ്ടെന്ന കാരണം ഊരും പേരറിഞ്ഞാലും മഷഹൂർ കുറഞ്ഞാലും ബഹുമാന്യർ നിറഞ്ഞുള്ള നാട്. നബിയോരും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഉഷാറായില്ലേ? ഉഷാറായില്ലേ? റസൂലുള്ളയും ഖലീഫമാരും 10,000-കണക്കിന് സ്വഹാബികളും ജനിച്ച നാട്ടില അബൂലഹബിന്റെ ഭാര്യ എന്ന ബീവി അന്ത്യവിശ്രമം കൊള്ളുന്നത്. കെട്ടിക്കൂടെ ഖബർ? കെട്ടാൻ പൂതില്ലാത്തോണ്ടല്ല, അറബികള് വട്ടിയെടുത്തിട്ട് തലക്ക് മുട്ടും. സൗദി അറേബ്യ വേണ്ടത് UAE-ലാണ് ചിലപ്പോൾ നടന്നു തരും, ഇവിടെ നടക്കൂല. മനസ്സിലായേ? അതുകൊണ്ട് തന്നെ ആ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാമെന്ന് ഫത്ത് കൊടുത്തിട്ട് ഇവർ റബീഉൽ അവൽ 12 ഔന്നങ്കടി കൊടുക്കുന്ന ടീം ഇവരാണ് ഈ സമ്പാദന നേതൃത്വം നൽകാൻ വരുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഈ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തൊടുമ്പോ ഞങ്ങളുടെ ചോദ്യം അതാ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ആരെപ്പോൾ എന്താവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കോ ഒരുമിച്ചോ വിളിച്ചു തേടിയാലും അതെല്ലാം പ്രത്യേകം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് ഏത് മഹാനാണ് അള്ളാഹു കൊടുത്തത്, ആ മഹാന്റെ പേരാ ചോദിച്ചത്. ആ പേര് മാത്രം കിട്ടില്ല, വേറെ ഒരുപാട് പേര്. അരയ് മൗലവി, കെ എം മൗലവി, വക്കം മൗലവി, അമാനി മൗലവി, ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി, അങ്ങനെ തുടങ്ങി എത്ര ആൾക്കാരുടെ പേരാ. ഇതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് അല്ല ഈ കഴിവ് കൊടുത്ത ഒരു മഹാന്റെ പേരാ. മനസ്സിലായല്ലേ? പിന്നെ വല്ലാതെ ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് പിന്നെ ഇവര് മുശ്രിക്കാണോ, മറ്റേ മുശ്രിക്കാണോ, ഇയാളെ മുശ്രിക്കാണോ, ഏതാ മുശ്രിക്കെന്നൊക്കെ വല്ലാതെ ചോദിക്കുമ്പോ പിന്നെ നമ്മുടെ മെല്ലൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അന്നൽക്ക് പറഞ്ഞതാണ് കണ്ണാടിയിൽ നോക്കി കളിയുന്നു. അത് വല്ലാതെ ഒരു ഇങ്ങനെ കെഞ്ചി പൂതി പറയുമ്പോ ഒരു കഷ്ണം കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തതാ. അതത്ര വിഷയമുള്ളൂ. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളിലേക്ക് പിന്നെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ ചോദ്യങ്ങൾ ആവർത്തിച്ചു. അതിൽ 4ാമത്തെ ചോദ്യം എന്തായിരുന്നു? പ്രവാചക തിരുമേനി ജീവിച്ചിരിക്കുന്ന അമുസ്ലിങ്ങളോട്, കാഫിറുകളോട്, ജൂതന്മാരോട് സഹായം തേടിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അതേ പ്രവാചകർ മരിച്ചുപോയ ഒരു പ്രവാചകനോടോ ഒരു മഹാനോടോ സഹായം തേടിയ ഒരു സംഭവം ഉദ്ധരിക്കാമോ? ഞങ്ങൾ ചോദിച്ചതൊക്കെ സംഭവങ്ങളാ. എന്തിന്? നിങ്ങൾ അങ്ങനെ ഒന്നും കഴിച്ചിലാകാതിരിക്കാൻ തന്നെ. ഈ കോടമ്പുഴയിൽ നിങ്ങളുടെ വാദഗതികളെ മുക്കിക്കൊല്ലാൻ തന്നെ, അത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു സംഭവം ഈ സംവാദം അവസാനിക്കുന്നത് വരെയും കിട്ടിയിട്ടില്ല, അതുവരെയും വന്നിട്ടില്ല, വരികയുമില്ല. അപ്പോഴെന്ന് മാത്രമല്ല, ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇനിയും അത് വരില്ല. എന്തുകൊണ്ട് ഈ ചോദ്യം മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ ഈ ചോദ്യങ്ങളെ ആവർത്തിക്കാനുള്ള കാരണം എന്താ? വിശുദ്ധ ഖുർആൻ അതിന്റെ 1/3 ഭാഗം തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള ഗ്രന്ഥ, ഏകദൈവാരാധന പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്. മാത്രമല്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഇസ്തിഗാസയായി, ഇസ്തിഗ്ഫാറായി, ഇസ്തിആനത്തായി പേര് മാറ്റി ഇവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യം അവസാന നാൾ വരെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. മുജാഹിദ് പ്രസ്ഥാനം ആ ചോദ്യത്തിന് ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല. നിങ്ങൾ ഉത്തരം തരാൻ നിങ്ങൾക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പിന്നെ പറയാൻ നല്ല എന്താ? തൗഹീദ് മാത്രല്ല, ഇവരിനെ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഞങ്ങള് തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിച്ചിട്ടേ പോകുള്ളൂ. മനസ്സിലായില്ലേ?
തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിച്ചിട്ടേ മുസ്ലിയാക്കന്മാര് പോകുള്ളൂ. പോണ കണ്ടോളൂ. നിങ്ങൾ നിങ്ങളെ തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആടി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ മുശ്രിക്കാക്കാൻ വേണ്ടി പറയൂ. തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിക്കുന്ന പണിയാണ് ഇവരേറ്റെടുത്തത്. അപ്പൊ ആദ്യത്തെ ആണി അടിച്ചാരായിരിക്കും? കാന്തപുരായിരിക്കും അല്ലെ? അതുകൊണ്ട് ആ കാന്തപുരത്തിന്റെ മക്കാന്നർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അനുയായികളാകാൻ പറ്റില്ലല്ലോ. ആകാൻ പറ്റിയല്ലേ പറ്റുള്ളൂ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കുറെ കാലം സക്കാഫിമാരായിരുന്നു ഈ ഏറ്റെടുത്തത്. ഓരൊക്കെ ആണി അടിച്ചു അവസാനത്തെ തൗഹീദിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എടുക്കാനാണ് അഹ്സനിമാർ കടന്നു വന്നത്. ഒരു ഇഹ്സാനില്ലാത്തൊരു ടീം. സുഹൃത്തുക്കളെ, നിങ്ങള് സംവാദത്തിലാണ്, എതിർഭാഗത്തൊരു കക്ഷിയുണ്ട് കാവട്ടെ, എന്നാൽ പോലും ഒരല്പം മര്യാദ ഇസ്ലാമിനോട് കാണിക്കണ്ടേ, ഖുർആനോട് കാണിക്കണ്ടേ, പ്രവാചകരുടെ ആദർശത്തോട് കാണിക്കണ്ടേ? അതുപോലും കാണിക്കാതെ തൗഹീദിന്റെ ശവപ്പെട്ടി കാണിയടിക്കുവാനാണ് ഞങ്ങൾ വന്നത് എന്നിങ്ങനെ ആവർത്തിച്ചു പറയാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളാണെങ്കിലോ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഖുർആൻ അതാ പഠിപ്പിച്ചത്, ഹദീസുകളാണ് പഠിപ്പിച്ചത്, പ്രവാചക ജീവിതമാണ് പഠിപ്പിച്ചത്. എന്നാൽ മറുഭാഗത്ത് ഇതിന് കൃത്യമായ ഒരു ഉത്തരം പറയുവാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അഥവാ ശ്രമിച്ചാലോ ഖുർആന്റെ ആയത്ത് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി തെളിവായി ഉദ്ധരിച്ചാൽ അതിന് മറുവശം എന്താ? ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സമർത്ഥിക്കലാകും. പറ്റുമോ? പിന്നെ ഇടക്കിങ്ങനെ സാധാരണക്കാരൊക്കെ ഇങ്ങനെ ഒരു വേവലാതിപ്പെടാറുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരല്ലേ, ഓലിങ്ങനെ ഇപ്പോ ഖുർആനും ഹദീസൊക്കെ അറിയാതൊക്കെ ഓലിങ്ങനൊക്കെ പറയുമെന്നാണ്. പറയും. എന്താ കാരണം അറിയോ? ഷിർക്കിന്റെ വരുമാനം കൊണ്ടാണ് ഇവര് ഖുർആൻ പഠിക്കുന്നത്. അതാ പ്രശ്നം. മമ്പളം തങ്ങളുടെ ജാലത്തിൽ കിട്ടുന്ന വരുമാനം തൊട്ടപ്പുറത്തുള്ള ഇവരുടെ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിനുള്ള വരുമാന മാർഗമാണ്. കോഴിക്കോട് ശൈഖിന്റെ പള്ളിയിൽ അപ്പവാണിഭ നേർച്ചയിലൂടെ കയ്യപ്പും കാലപ്പും ഒക്കെ വിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ അപ്പവാണിഭ നേർച്ചയിലൂടെ കിട്ടുന്ന പണം അത് മറ്റൊരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനുള്ളതാണ്. പുത്തമ്പള്ളി ജാറത്തിലെ വരുമാനം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ശിർക്കൻ കോട്ടകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ കൊണ്ട് കിതാബ് പഠിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഖുർആന്റെ ആയത്തോതി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയില്ല. ശ്രദ്ധിച്ചോക്കണ്ടോ? മൊയ്യമാര് കള്ളുടിക്കരുതെന്ന് വയല് പറയും, കക്കരുതെന്ന് വയല് പറയും, കളവ് മരുന്നൊക്കെ വയല് പറയും. അങ്ങനെ ഒരുപാട് വയല് പറഞ്ഞ ആൾക്കാർ. ഏതെങ്കിലും മുസ്ലിയാര് അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് വയല് പറഞ്ഞ കിട്ടണോ? കളവ് പറയരുത്, കക്കരുത്, കള്ളു കുടിക്കരുത് എന്നൊക്കെ പറയാൻ ഖുർആൻ ഉപയോഗിച്ച പ്രവാചക തിരുമേനി ഉപയോഗിച്ചിരിക്കുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ പരിശോധിക്കുക. അതിനൊക്കെ എത്രയോ ഇരട്ടി ആയത്തുകൾ ഖുർആനിലുണ്ടെന്ന് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ലെന്ന് പഠിപ്പിക്കാൻ. എന്നിട്ട് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത് എന്ന് ഇങ്ങനെയുള്ള ഒരു മുസ്ലിയാര് എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത്, ഒരു വയല് പറയുന്നത് നാട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാലത്തിനൊക്കെ കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. എന്താ കാരണം? കുറച്ചൊരു മനസാക്ഷി കുത്തുണ്ടാവേ. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന ഖബറുകളിൽ നിന്നുള്ള വരുമാനമാണ്, മയ്യത്ത് വിറ്റ കാശാണ് ഇവർ പഠിക്കുവാനും പഠിപ്പിക്കുവാനും മറ്റു പല ഏർപ്പാടിനും വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കത് പറയാൻ കഴിയില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ എന്താ? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ കരുതിയിരുന്നോളൂ, കള്ളന്മാരെയും കൊള്ളക്കാരെയും മാത്രമൊന്നുമല്ല, ആധിക പണ്ഡിതന്മാരെയും ആധിക പുരോഹിതന്മാരെയും കരുതുക, കാക്കുക. എന്താ കാരണം? അവർ ജനങ്ങളുടെ സമ്പത്ത് അവിഹിതമായി തിന്നുകയും എന്നിട്ട് അവരെ വഴികളിലേക്ക് നയിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ മാർഗം വിട്ട് അവരെ തെറ്റിച്ചുകൊണ്ടിരിക്കും. ഇത് ഖുർആൻ എടുത്ത് പറഞ്ഞതാ. ഏതാനും ന്യൂനപക്ഷം 4 ആൾക്കാരെ കുറിച്ചല്ല, ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ കുറിച്ച്. അവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തും ചേരും. ഇവിടെ ഈ സംവാദത്തിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കളവുകൾ അതിലെന്താ അറിയോ? നമ്മളെ ഭാഗത്ത് നിന്ന് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. നഊദു ബില്ലാഹ്. അതും നിങ്ങൾ മോര്യമാരൊക്കെ സീഡി തെരഞ്ഞോളും, നിങ്ങൾ കണ്ടെത്തി.
മൗലമാരൊക്കെ സീഡി തരാ, എന്നിട്ട് കാണാ, കണ്ടെത്താ എവിടെയാണ് ഞങ്ങൾ പ്രവാചകരോട് തേടാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് എന്ന ഭാഗം നിങ്ങൾ തെരഞ്ഞു നോക്കൂ, കാണാൻ കഴിയില്ല. പക്ഷേ അവർ പച്ച നുണ ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം. മക്കളെ, റസൂലുള്ളാഹിയോട് തേടാനായോ പ്രവൃത്തിയോ നിങ്ങള്? പിന്നെ മുൻപത്തുള്ള ചിഹ്നാണോ മറ്റോ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അല്ലാതെ റസൂലിനോടൊപ്പം ചെയ്യാ അത് പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. മതി, കോളമ്പൂരിന്റെ സംവാദം മുതലായി. മതിമോനെ റസൂലിനെ വിളിച്ചുള്ള ഇസ്തിഹാസിനെ സംബന്ധിച്ച ബാക്കി ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് ശുദ്ധ കളവാണ്. ഏതൊരാൾക്കും ആ CD ഒരാവർത്തി കണ്ടാൽ മനസ്സിലാവും. അള്ളാഹുവിന്റെ പ്രവാചകരെ വിളിച്ചു തേടാമെന്ന് സംവാദത്തിനിടയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, വാദിച്ചിരിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ശുദ്ധ കളവ്. ഇങ്ങനത്തെ എത്ര കളവ് വേണം വേറെ നേടണമെങ്കിൽ? അള്ളാന്റെ റസൂൽ കാന്തപുരത്തിനോട് പറഞ്ഞു പോലും. അള്ളാന്റെ റസൂൽ കാന്തപുരത്തിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിൽ അത്ഭുതമൊന്നും ചെന്നറിയോ? എന്താ, ഇവര് കുറച്ച് കാര്യങ്ങളെ കാന്തപുരത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നേരത്തെ സ്വർഗത്തില് അല്ല, അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന കാന്തപുരം അല്ലേ? അങ്ങനെ കുറെ ഈ മുടിക്കച്ചവടത്തിന് വേണ്ടി ഒരുപാട് സാധനം ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയത് മുഴുവൻ ആയസനിമാരാ. ഒരു പകര ആയസനി, എല്ലാവർക്കും പകരം പറഞ്ഞാമെന്ന് നിങ്ങൾക്കറിയില്ല. അയാൾ ഇറക്കിയ മുതലാണിത്. പ്രത്യേകം ഇറക്കിയിരിക്കുന്ന CD-യിൽ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങൾ. അതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം എവിടെ എത്തിയാലോ, ഇനിയിപ്പോ ഏത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും അത് നമ്മുടെ ശേഖരോട് ചോദിച്ചിട്ട് ചെയ്യുന്ന അതുപോലെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം ഇവിടെ ഉദ്ധരിച്ചു. അള്ളാന്റെ റസൂൽ കാന്തപുരത്തിനോട് പറഞ്ഞു കേട്ടോ. പിന്നെ കാന്തപുരത്തിനാണ് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. വിളിച്ചോ മോനെ, യാ മുഹമ്മദ് റസൂലുള്ളാഹിനെ വിളിച്ചു തേടാൻ റസൂൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അത് സഹാബി പിന്നെ തേടി. റസൂലുള്ള കാന്തപുരത്തിനോട് പറയും, വിളിച്ച മോനെ. റസൂലുള്ള കാന്തപുരത്തിനോട് വിളിച്ച മോനെ. എന്താണിതൊക്കെ? ഇത് പകരേസനിന്റെ പ്രശ്നം കേട്ടപ്പോ നമുക്ക് തോന്നിയത് വേറെ സംഗതിയാ. പക്ഷെ ഇയാളും കൂടി ഇങ്ങനത്തെ ടീമൊക്കെ വരുമ്പോ ഈ ടീമിന് മൊത്തം പണിതാ. എന്തും പറയാം, എന്തും പ്രചരിപ്പിക്കാം, അതിന് യാതൊരു മടിയില്ല. പിന്നെ ഇയാൾ പറഞ്ഞ മറ്റൊരു കളവെന്താ? ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഭാഗവും അയാളുടെ സംസാരത്തിൽ വരുന്നുണ്ട്. ആ ഭാഗം കൂടി കിട്ടും. പറയുന്നു, മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ. ഇത് പറഞ്ഞാൽ ശിർക്കല്ല. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ മുശ്രിക്കാണോ? കേട്ടല്ലോ, ചെറിയ മുണ്ടം എഴുതി പോലും പറഞ്ഞു പോലും ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്നിങ്ങനെ സഹായം തേടാം. അങ്ങനെ തേടിയാൽ അത് ശിർക്കല്ല എന്ന് ചെറിയ മുണ്ടം പറഞ്ഞു. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ലോകാവസാനം വരെ തെളിയിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു വാദം ചെറിയ മുണ്ടം എഴുതിയതായിട്ട്? മാത്രമല്ല, നിങ്ങൾ ചെറിയ മുണ്ടത്തെ കുറിച്ച് ജനങ്ങൾക്കായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി ഇപ്പോൾ പൊക്കിപ്പിടിച്ച മുതലുണ്ടല്ലോ, 20 കൊല്ലം മുമ്പ് എഴുതിയതാ. അതൊരു മുസ്ലിംക്കെതിരെ യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ലൈഫായിരിക്കുന്ന മറ്റുള്ള ഭാഷ പറഞ്ഞ ചത്തപോത്ത്. ആ ചത്തപോത്തിനെ ഒരു മുസ്ലിയാർ കുറെ കാലം മുമ്പ് അറുത്ത് കുറുമ വെച്ചു. ആ കുറുമ വെച്ച റിപ്പോർട്ട് ശബാബിലേക്ക് ചെറിയ മുണ്ടത്തിന് ചോദ്യമായി കിട്ടിയപ്പോ അദ്ദേഹം ആ ഹദീസിന്റെ ബലാബലം പരിശോധിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതില് പറഞ്ഞ സംഗതി സുലൈമാൻ നബിക്ക് ജിന്നിനെയൊക്കെ അധീനപ്പെടുത്തി കൊടുത്തിരുന്നു. അതുപോലെ ഒരാൾക്ക് അവസരമുണ്ടായാൽ അയാൾ അങ്ങനെ ജിന്നിനോടോ മറ്റോ തേടിയാൽ അത് പ്രാർത്ഥനയാണോ അല്ലെന്ന് ചർച്ചത്തിട്ടുണ്ട്. പക്ഷെ തെറ്റെന്തായാലും അബദ്ധം എന്താ? അബദ്ധത്താണ്. സുലൈമാൻ നബിക്ക് ലഭിച്ചതുപോലെ ആ ഒരു അവസ്ഥ വേറാക്ക് ലഭിക്കുമോ എന്ന് സംശയം തോന്നുന്നു കണ്ടാല് അതല്ല അബദ്ധം. എന്നല്ലാതെ ജിന്നിനെയോ മലക്കിനെയോ വിളിച്ചു തേടാം എന്ന് അദ്ദേഹം പറയുന്നില്ല, വാദിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഈ 20 കൊല്ലത്തിനിടയ്ക്ക് എത്ര സംവാദങ്ങൾ മൗലവിമാരെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്? എവിടെയെങ്കിലും അവർ വിശ്വസിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. 5 വർഷം മുമ്പ് കൊണ്ടോട്ടിൽ വെച്ച് ഇയാളുടെ ജൂനിയറുമായി നടത്തിയിരിക്കുന്ന സംവാദത്തിൽ സംവാദം കഴിഞ്ഞപ്പോ ആളെ കാണില്ല. അടുത്ത സംവാദത്തിന്
വിഷയം ഞാൻ പറയുന്നില്ല, എന്തോ ഗുളിക കൊടുക്കേണ്ടിയിരുന്നു. ആ അവസ്ഥയിലേക്ക് എത്തിയത് അന്നൊക്കെ ഈ സാധനം സ്വഭാവമില്ലേ? അതിന്റെ എത്ര മുമ്പ്, 10 കൊല്ലം മുമ്പും 15 കൊല്ലം മുമ്പും ഒക്കെ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും ഇത് ഉദ്ധരിച്ചിട്ടില്ല. എന്താ കാരണം? അവർക്കും അറിയാം ഇത് നമ്മളെ കൊട്ടാനൊന്നുമില്ല. നമ്മളെ മറ്റേ ആൾക്കാരുണ്ടല്ലോ, ഓരിങ്ങനെ ഭൂതക്കണ്ണാട് വെച്ച് നടക്കുക. നമ്മളേതായാലും ജിന്നിനെയും മരക്കനെയും പിടിച്ചു കയറി കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ കുടുക്ക് കിട്ടാൻ 4 ആളെ കിട്ടുമെന്ന് എവിടെയും കിട്ടാന്നിട്ട്. ഇനിയിപ്പോ ഈ സംവാദം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താ പറയുക? അതാണ് ഏറ്റവും ശ്രദ്ധേയം. ആർക്കും ഒരു പൊറുതിയോട്, ജബ്ബർക്ക് ഭയങ്കര പൊറുതിയോട്. ആ പൊറുതിയോട് പല കോലത്തിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലെ പ്രകടനം എന്താ? സലാം സുല്ലമി സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ല. ഞങ്ങളതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊതുകിനെയും മൂട്ടനെയും ഒന്നും കൊല്ലാൻ പീരങ്കി എടുക്കാറില്ല. ആദ്യങ്ങൾ പീരങ്കിയാണ്. നേരത്തെ CP പറഞ്ഞല്ലോ, കേരള ജംഇയ്യത്തുൽ ഉലമയുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംവാദത്തിന് തയ്യാറാവുമെങ്കിൽ ഞങ്ങൾ മുതിർന്ന പണ്ഡിതന്മാരെ രംഗത്ത് കൊണ്ടുവരും. അതാണ് പറയുള്ളത്. അപ്പുറം ഇറങ്ങട്ടെ, വലിയ ഖാലിമാരും ഹോജമാരൊക്കെ അല്ലേ, വലിയ വലിയ പിന്നെ ശംസുൽ ഉലമമാരും ഖമറുൽ ഉലമമാരും ഒക്കെ ഉണ്ടല്ലോ, താജുൽ ഉലമമാരൊക്കെ ഇറങ്ങുമ്പോ ഇവിടുന്ന് അബ്ദുസ്സലാം സുല്ലമി ഇറങ്ങും, CP ഉമർ സുല്ലമി ഇറങ്ങും, മുതിർന്ന പണ്ഡിതന്മാർ ഇറങ്ങും. ഈ സാധനത്തിലൊക്കെ നക്കിക്കൊല്ലാൻ തൽക്കാലം ഇത്രയൊക്കെ മതി. അതുപോലും തിരിയാതെ പോയത് ആർക്കാ? നവയാഥാസ്ഥികർക്ക്. ഓല കാര്യ കഷ്ടം. എന്താ? മകൻ മരിച്ചിട്ടെങ്കിലും മരുമകളുടെ കണ്ണുനീർ കാണണം എന്നു കരുതി കാവലിരിക്കുന്ന ടീമാണല്ലോ. നിർവാഹമില്ല, അതങ്ങനെ ആവും, അങ്ങനെ അവർക്ക് പോകാൻ കഴിയുള്ളൂ. എന്നാൽ ഇവര് ഈ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തോന്നുന്ന വിഷയം വെച്ചിട്ട് ഈ സംവാദം മുഴുവനും ആ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോ നമ്മൾ പിടിച്ചു നിർത്തി, പറ്റില്ല, പോകാൻ അനുവദിക്കില്ല. എഴുതിയ വാദത്തിൽ, എഴുതിയ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംവാദം പൂർത്തീകരിക്കണം. ജിന്നിനോ മലക്കിനോ സിഹിറിനോ എവിടെ വേണമെങ്കിലും പ്രതികരിക്കാം, പക്ഷേ വേറെ വ്യവസ്ഥ എഴുതണം. ഞങ്ങൾ സംസാരിക്കുക എന്നല്ല പറഞ്ഞത്, അതിന് സംവാദത്തിൽ ഇല്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ അതിനുവേണ്ടി ഒരു സംവാദം തന്നെ നടത്തണം നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ ഇവരെ കണ്ടുപിടുത്തെന്താ? ഞങ്ങൾ മട്ടാഞ്ചേരിയിലും അതുപോലെ ചക്കരപ്പുറമ്പിലുമൊക്കെ മറുപക്ഷത്തെ ഈ വിഷയത്തിൽ വെല്ലുവിളിച്ചപ്പോ അവർ തയ്യാറാവാത്തത് നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് ആഘോഷിക്കലുണ്ടല്ലോ പങ്ങളാം. ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, മൊയ്യന്മാരെ നിങ്ങളല്ല നമ്മളെ പറ്റി പറഞ്ഞത്, മടവൂരികൾക്ക് ഈ വാദമില്ല, മടവൂരികളാണ് ഞങ്ങൾ പറയില്ല. മൊയ്യാൻ കുടുങ്ങാൻ അവിടെ ആ ഭാഗം ഒന്ന് കണ്ടോക്കൂ. അവിടെ അന്ന് പറഞ്ഞത് പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങളോട് പറയേണ്ടി വന്നോളൂ, മടവൂരികളാണ് നിങ്ങൾ പറയില്ല. കാരണം എന്താ? മടവൂരികൾക്ക് പാടില്ല. അവരെ നിങ്ങൾ ഐക്യ ചർച്ച നടത്തുന്നുണ്ടല്ലോ, വേഗം നടത്തി. എന്നാ മടവൂരികളോട് നിങ്ങൾ പറയും, ആരോടും പറയും, ഇതൊന്നും ഒന്നാണല്ലോ, എന്നാലും എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി പറയുന്നു, വ്യക്തമായ വിഷയം. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. എവിടെയാണ് ഈ വ്യത്യാസം? ഇതാണ് വിഷയം. അവരെ കുറിച്ച് അവർ തന്നെ പറഞ്ഞാണെന്ത്? അപ്പുറത്തുള്ള ആളുകൾ നവയാഥാസ്ഥികർ ജിന്നുകളെ വിളിച്ചു തോന്നുന്നു, ഇവർ മരിച്ചോലെയും വിളിച്ചു തോന്നുന്നു. ഇത് രണ്ടും എന്താ വ്യത്യാസം? ആ വിഷയം ചർച്ചയ്ക്ക് വെക്കാൻ പറയും, അവർ തന്നെ പറയാ നിങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. മടവൂരികളാണെങ്കിൽ ഞങ്ങളിത് പറയില്ല, കാരണം അവർക്ക് ഇങ്ങനത്തെ വാദമല്ല. ജിന്നിനെയും മരക്കിനെയും വിളിച്ചു തേടാമെന്ന വാദം മടവൂരികൾക്കില്ല എന്ന് ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും ഒക്കെ ആവർത്തിച്ചിരിക്കുന്ന മുസ്ലിയാക്കന്മാർ ഇപ്പോൾ കോടമ്പുഴയിൽ വരുമ്പോ അതേ വാദം മടവൂരികൾക്കുണ്ട് എന്ന് പുതിയൊരു സംഗതി ഉണ്ടാക്കി അതിന് മറുപടി വരാനാ ഒരുങ്ങിയത്. ഞങ്ങള് ഖബർ പൂജ പാടില്ല, ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ചിറക്കുമ്പോ ഖബർ സിയാറത്ത് തന്നെ പാടില്ല എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി ടീമല്ലേ? നമസ്കാരത്തിൽ വരെ കൂട്ടുപ്രാർത്ഥന ഇല്ല എന്ന് പറയുമ്പോ പ്രാർത്ഥന തന്നെ പാടില്ല എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞ് തെളിവ് പറയുന്ന ടീമല്ലേ? എന്ന പോലെ അപ്പുറത്ത് ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പുറത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വിഷയത്തിലും വാദത്തിലും നിങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ സാധിക്കാത്ത കൊണ്ടാണ്. പിന്നെ ഒരു സംഗതി കൂടി പറയട്ടെ ഈ കൂട്ടത്തിൽ. എന്താ അറിയോ? ഇവിടെ നേരത്തെ ആരോ ശ്രദ്ധപ്പെടുത്തിയല്ലോ, ഹസൻ മുസ്ലിയാര് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ബഖറ പോലും അർത്ഥസഹിതം പഠിക്കുന്നതിൽ പുണ്യമില്ല, സുന്നത്ത് പോലുമില്ല എന്ന് എഴുതിയൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൃതിയുടെ കോപ്പിയാണ് ഈ കയ്യിലുള്ളത്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ. ഇതാണ് കൃതി. ആ കൃതി എന്തിനായിരുന്നു? KV മുഹമ്മദ് മുസ്ലിയാർ കൂത്തനാട് എന്നവർക്ക് മറുപടി പറയാൻ. ആലോചിച്ച് നോക്കാം.
ഖുർആൻ പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും അന്നേ ഇവരെതിര. എന്നാൽ KV എന്ത് ചെയ്തു? അതൊക്കെ മറികടന്നുകൊണ്ട് ഖുർആന്റെ പരിഭാഷ എഴുതി, വ്യാഖ്യാനം എഴുതി. ഞങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുന്നു, എന്തൊക്കെയാണെങ്കിലും ഈ അഹ്സനിമാരെക്കാളും ഇപ്പോഴത്തെ സഖാഫിമാരെക്കാളും ഇപ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ വലിയ താജുൽ ഉലമമാരുണ്ടല്ലോ, അവരെക്കാളുമൊക്കെ ഖുർആനും ഹദീസും മറ്റു ഗ്രന്ഥങ്ങളും മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ് ആര്? KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ പോലെയുള്ള പണ്ഡിതന്മാര്. അവര് നിങ്ങൾ കണ്ട തഫ്സീറൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഇമാം റാസിന്റെ തഫ്സീർ ഒപ്പുണ്ടായല്ലോ, ഖുർത്തുബിയും ജലാലിലും ഒപ്പുണ്ടാകല്ലോ. അതൊക്കെ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ട്, അവരൊക്കെ കണ്ടതാ. ആ കണ്ട തഫ്സീറുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ അവരുടെ ഭാഷയിൽ ഖുർആന്റെ വ്യാഖ്യാനം നൽകിയത്. അവിടെ എവിടെയും നിങ്ങൾ ഓടി വെച്ച ഇന്നമാവലിക്കുമുള്ള എന്ന ആയത്തോ അല്ലെങ്കിൽ വഖൂലുന്നിർന എന്ന ആയത്തിന്റെ കഷ്ടമോ ഒന്നും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തൊടുവാൻ തെളിവായി അവരാരും കണ്ടിട്ടില്ല എന്ന വിഷയം പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? ഞങ്ങൾ തഫ്സീറാണ് വായിക്കണത്, നിങ്ങൾ പരിഭാഷമ കൂടിക്കോളേൻ. ഞങ്ങളെ പരിഭാഷമല്ല കൂടിയത്, നിങ്ങളെ പരിഭാഷമല്ല കൂടിയത്. അതെന്ത് നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചില്? നിങ്ങളെ പരിഭാഷമല്ലേ? നിങ്ങളുടെ നേതാക്കന്മാർ സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നില്ലേ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്? അദ്ദേഹത്തിന്റെ പരിഭാഷ. അതുപോലെ നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ മാസം ഉറപ്പിക്കുവാൻ വേണ്ടി കാതോർത്തുന്നിരുന്ന, അതിനുവേണ്ടി മാത്രം നിന്നാണ്ടല്ലോ ആര്? വലിയ കാലി, കോഴിക്കോട് വലിയ കാലി ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ പരിഭാഷ നമ്മൾ വായിച്ചത്. അപ്പൊ എന്താ തഫ്സീറുകളിൽ ഇതിവിടെ പരിമിതല്ല. ഒരാഴ്ച കിട്ടിയാല് എല്ലാ തഫ്സീറിലും പല കാര്യങ്ങളും എഴുതിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. ആ ഭാഗം കണ്ടുനോക്കും. ഒരായത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കണമെന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ നിലപാട് കേട്ടോ. ഒരായത്തിന് പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞ അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. വല്ല തല ഉണ്ടാവോ പിന്നെ ഇസ്ലാമിന്? ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഈ തഫ്സീറുകളൊക്കെ ഇറങ്ങുന്ന മുമ്പ് ജീവിച്ചു പോയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ടല്ലോ, അവരവസ്ഥ എന്താ? അവർ ഒരു തഫ്സീറും കണ്ടിട്ടില്ല. ഒരു ആയത്തിനും ഇങ്ങനെ ഇമാം റാസിയുടെ തഫ്സീർ കണ്ടിട്ടില്ല. അതുപോലെയുള്ള ഖുർത്തുബി അടക്കമുള്ള ഒരു തഫ്സീറും കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ മരിച്ചുപോയ, എന്നാൽ അവരൊക്കെ ഖുർആൻ ഹദീസും പഠിച്ചിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്താ? മാത്രമല്ല ഒരായത്തിനെ കുറിച്ച് തഫ്സീറുകളിൽ എന്തെല്ലാം പറയുന്നുവോ അതൊക്കെ സ്വീകരിക്കണം എന്നാണ് നിങ്ങളുടെ വാദഗതിയെങ്കിൽ ഞങ്ങൾ സമ്പാദ് ചോദിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രതികരിച്ചില്ല, മറുപടി പറഞ്ഞില്ല, മിണ്ടിയില്ല. എന്താ? നിങ്ങളുടെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന തഫ്സീർ പ്രവാചകൻ നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ ഉദാഹരണം വേറെ പറയാനില്ല. ആ തഫ്സീറിൽ പറഞ്ഞ വിഷയം എന്താ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കീസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തോർത്തല്ലോ. അവർ ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. വരുന്ന വഴിയിൽ ഒരു ജലാശയമുണ്ട്, അതിങ്ങനെ കടന്നു പോരണം. സുലൈമാൻ നബി എന്ത് ചെയ്തു? അതിന്റെ മുകളിൽ സ്ഫടികത്തിന്റെ പാലം വെച്ചു. ബിൽക്കീസ് രാജ്ഞി ഇങ്ങനെ കടന്നു വരുമ്പോ ഈ സ്ഫടികമായതുകൊണ്ട്, ഗ്ലാസ് ആയതുകൊണ്ട് കണ്ടില്ല. അവരെന്ത് ചെയ്തു? വെള്ളമാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉടുത്ത ഡ്രസ് ലേശന്ന് പൊക്കി. സുലൈമാൻ നബി പറഞ്ഞു പൊക്കണ്ട. സുലൈമാൻ നബി പറഞ്ഞു പൊക്കണ്ട, കാരണം അത് ഗ്ലാസ് ഇട്ട പാലമായാലേ കടന്നു പോരാൻ. ഇത് ഖുർആൻ എടുത്ത് പറഞ്ഞതാ. ഞാൻ ആയത്ത് വിശദീകരിക്കുന്നില്ല. സൂറത്തുൻ നംല് 44-ാമത്തെ ആയത്ത്. എന്നാൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരുടെ പള്ളി ദർസിലെ ബഹുമാന്യമായ തഫ്സീർ പറയുന്നത് അറിയോ? എന്താ പറയുന്നത്? ഇസ്തലാഹു സുലൈമാൻ ലമ്മാ ഖീല ലഹു ഇന്ന സാഖൈഹാ വഖദമൈഹാ കഖദമൈഹിമാ വകാന സുലൈമാൻ അലാ സരീരിഹി ഫീ സദരി ഫറാ സാഖൈഹാ വഖദമൈഹാ ഹിസാനൻ وأراد تزوجها فكره شعر ساقيها فعملت له الشياطين النورا എന്നാ എഴുതിയത്. സുലൈമാൻ നബി ബിൽക്കീസിനെ കല്യാണം കഴിക്കാൻ മൂപ്പർക്ക് പൂതിയുണ്ട്. വലിയ സൗന്ദര്യമാണ് അവർ കേട്ടത്. ബിൽക്കീസ് വലിയ സുന്ദരിയാണ്, കല്യാണം കഴിക്കാൻ ഒരു പൂതിയുണ്ട്. പക്ഷെ ആരോ പറഞ്ഞു ബിൽക്കീസിന്റെ കാല് കഴുതക്കാല് പോലെയാണ്. അപ്പൊ ആ കാല് കഴുതക്കാല് പോലെ തന്നെയാണോ എന്ന് തന്ത്രപരമായി ഒളിഞ്ഞു കാണുവാൻ വേണ്ടി സുലൈമാൻ നബി കാണിച്ചിരിക്കുന്ന തന്ത്രമാണ് ഈ സ്ഫടികത്തിന്റെ പാലം വെച്ചത് എന്ന് നിങ്ങളുടെ തഫ്സീറായി വെച്ചത്. സ്വീകരിക്കോ? നിങ്ങള് നാട്ടുകാർക്കൊന്ന് വയലർക്കെടുക്കോ? അവർ സ്വീകരിക്കോ? സുലൈമാൻ നബി എന്ന ഒരു മഹാപ്രവാചകൻ ഒരു പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ കാല് കാണുവാൻ വേണ്ടി ശ്രമിച്ചോ?
എന്ന് എത്ര വലിയ ഹോജ പറഞ്ഞാന്ന് പറഞ്ഞാൽ സാധാരണക്കാർ സമ്മതിക്കോ? ഞങ്ങളതാ ചോദിച്ചത്, അമ്പാത്തര് അതാ ചോദിച്ചത്, ഉത്തരം ഉണ്ടായില്ല. മറ്റൊന്ന്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സുലൈഖയുടെയും വിഷയം ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതില് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ എന്ന് തുടങ്ങുന്ന ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് നിങ്ങളുടെ തഫ്സീർ എഴുതി എന്താ? സുലൈഖ ഇങ്ങോട്ട് ശ്രമിച്ചു എന്ന് മാത്രമല്ല, യൂസുഫ് അങ്ങോട്ട് ശ്രമിച്ചു എന്നാ. യൂസുഫ് നബി അല്ലെ, നഊദു ബില്ലാഹ്, ശ്രമിച്ചു എന്ന് മാത്രമല്ല എല്ലാ നിലക്കും ഒരുങ്ങി. അവസാനം ഇങ്ങനെ ബാപ്പ യാക്കൂബ് നബി ഇങ്ങനെ വന്നിട്ട് ബഹളമുണ്ടാക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ്. എന്നിട്ട് നിർത്തിയില്ല. അവസാനം യാക്കൂബ് നബി ഇറങ്ങിയിട്ട് നെഞ്ചത്തൊന്ന് കൊടുത്തു യൂസുഫ് നബിന്റെ. അപ്പോഴാ വിരമിച്ചത്. അപ്പോഴാ സംഭവിച്ചത്, വെർലിന്റെ ഉള്ള കൂടെ ശരീരത്ത് പുറത്തേക്കാണ്ട് പോയി. അത് എഴുതിച്ചത് നിങ്ങളെ തഫ്സീറില സ്വീകരിക്കണോ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം 14 കൊല്ലം ജയിലിൽ കിടന്ന് എന്തിനാ? ഈ ഏർപ്പാട് അദ്ദേഹത്തിന് തൃപ്തികരമായിരുന്നു, ശരിയായിരുന്നുവെങ്കിൽ ഈ പ്രശ്നമുണ്ടോ? ആ യൂസുഫ് നബിയെ കളങ്കപ്പെടുത്തുന്ന വാചകം തഫ്സീറിലുള്ളത്. എല്ലാ തഫ്സീറും വിശദീകരിക്കണോ? പറയണം. അവിടെ പറഞ്ഞില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറെ സത്യ വിഷയം ഉന്നയിച്ചതാ, എവിടെയും പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത്, അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ ഭാര്യയെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുമ്പോ തന്നെ മനസ്സിൽ പ്രേമിച്ചു എന്ന് എഴുതി വെച്ചതും നിങ്ങളെ തഫ്സീർ തന്നെയാണ്. നിങ്ങളെ തഫ്സീർ വെച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയ ശേഷം റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച വിഷയത്തിൽ സെയ്ദിന്റെ ഭാര്യ ആയിരിക്കുമ്പോ തന്നെ റസൂലുള്ളാഹി മനസ്സിൽ പ്രേമിച്ചിരുന്നു എന്ന് പറയുന്ന വാചകം എഴുതി വെച്ചാല് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെക്കാൾ അന്ത്യപ്രവാചകരെ നിന്ദിക്കുന്ന ഒരു ടീം ലോകത്ത് വേറെ വന്നിട്ടുണ്ടോ? ഇത് കാലാകാലങ്ങളായി പള്ളി ദർസുകളിൽ ഇരുന്ന് ചൊറിഞ്ഞു മാന്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ. ഇങ്ങനെ തഫ്സീറുകളിൽ വന്നിരിക്കുന്ന എല്ലാം ഒരായത്തിന് ഒരുപാട് ആളുകൾ പല അർത്ഥവും പറഞ്ഞാൽ, പല വ്യാഖ്യാനം പറഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കണം എന്ന് പറയുന്ന വാദഗതിക്കാരെ തഫ്സീറുകളെ അന്ധമായി അനുകരിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉൾക്കൊണ്ട കാര്യം സാധാരണക്കാരായ ജനങ്ങളോട് പോലും പറയുവാനുള്ള ധൈര്യവും തന്റെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്താ കാരണം? ഇതാണ് തഫ്സീർ എന്ന പോലെ ഏതെങ്കിലുമൊക്കെ തഫ്സീറിൽ, ഏതെങ്കിലുമൊക്കെ കിതാബിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാമെന്ന വല്ല വാചകവും വല്ല വാക്യവും ഉണ്ടെങ്കിൽ ഇതൊക്കെ തള്ളിക്കളയുന്ന പോലെ ഞങ്ങളതും തള്ളിക്കളയും. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ആരെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഇത് അന്ത്യപ്രവാചകരോട് പ്രഖ്യാപിക്കുവാൻ പ്രവാചകത്തിൽ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന കൽപ്പനയാണ്. ആ കൽപ്പന പ്രവാചകർ പ്രാവർത്തികമാക്കുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ആ പ്രവാചകരുടെ അനുയായികളായിരിക്കുന്ന മുജാഹിദുകൾക്ക് പ്രാർത്ഥന എക്കാലവും അള്ളാഹുവോട് മാത്രമായിരിക്കും. ഇസ്തിഗാസ, ഇസ്തിഗ്ഫാർ, ഇസ്തിആദത്ത്, ഇസ്തിആനത്ത് എന്ത് പേരിട്ടാലും അതൊക്കെ അള്ളാഹുവോട് മാത്രമായിരിക്കും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. അത് അജയ്യമാണ്, അത് തകർത്തെറിയുവാൻ ആർക്കും സാധിക്കില്ല. യാഥാസ്ഥികർക്കോ നവയാഥാസ്ഥികർക്കോ ആ ആദർശം തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ എന്നും എപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയാലും ജീവിച്ചിരിക്കുന്ന മലക്കുകളോടോ ജിന്നുകളോടോ തേടിയാലും അവയൊക്കെ നല്ല കയ്യും കാലും വെച്ച ശിർക്ക് തന്നെയാണ്. ആ ശിർക്കിനെ മറികടന്ന് ഏകദൈവാരാധനയുടെ വക്താക്കളായി, തൗഹീദിന്റെ വക്താക്കളായി, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന പ്രവാചക തിരുമേനി പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ആദർശത്തിന്റെ വക്താക്കളായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഒത്തുചേരാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വിരമിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കുവാനും അത് പുറന്തള്ളുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും കൃത്യമായി പഠിച്ചു പകർത്തി നല്ലവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾ ഏവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ ഇനിയും ശക്തമായി, സജ്ജരായി, ആരോഗ്യത്തോടെ, ആഫിയത്തോടെ പ്രവർത്തിച്ചു മുന്നേറാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്